സ്കോളർഷിപ്പിനുള്ള പരീക്ഷയല്ലേ? ഓർത്തിട്ട് ചങ്ക് തകരുന്നു. ഇന്നാണ് കണക്ക് പരീക്ഷയാ. എനിക്കാണ് കണക്കെന്ന് വെച്ചാ പോക്ക. മൊട്ടയ്ക്ക് കണക്ക് വളരെ എളുപ്പമാ. ശരിയാ, ഫിസിക്കൽ ടെസ്റ്റിന് ഞാൻ കസറും. കണക്ക് പരീക്ഷയ്ക്ക് എന്നാ ചെയ്യും? മൊട്ടെ ഡാ, നീ ഒന്ന് സഹായിക്കുമോടാ? ഞാൻ നിന്നെ സഹായിക്കാനോ? എങ്ങനെ? നിനക്കെന്നും കണക്കിന് 100-ൽ 100 മാർക്കല്ല കിട്ടുന്നത്. അതെ, എനിക്ക് പകരം നിനക്കൊന്ന് എഴുതാമോ? ഞാൻ എഴുതിയ എനിക്കല്ല സ്കോളർഷിപ്പ് കിട്ടുന്നത്. ഐസ്ക്രീം 3 ഐസ്ക്രീം കൊണ്ടുവാ. നീ ഒരു ഉപകാരം ചെയ്യണം. എന്റെ പേരിൽ പോയി കണക്ക് പരീക്ഷ എഴുതണം. അതൊന്നും പറ്റില്ല. അവരെന്നെ കണ്ടുപിടിക്കും. ആപ്ലിക്കേഷന്റെ കൂടെ നിന്റെ ഫോട്ടോ കൂടി കാണുമല്ലോ. അതൊന്നും ശരിയാവില്ല. അതിനൊക്കെ വഴിയുണ്ട്. നീ ഒരു വിഗ് വെച്ചാ ബോബനാണെന്നേ തോന്നൂ. അത്ര സുന്ദരനല്ലേ നീയും? കുറച്ച് മുടിയില്ലെന്നല്ലേ ഉള്ളൂ. എക്സാമിനേഴ്സ് പുറത്തു നിന്നുള്ളവരാ. അവർക്ക് എന്നെ നേരിട്ട് പരിചയമില്ല. അതുകൊണ്ട് തിരിച്ചറിയൊന്നും പേടിക്കേ വേണ്ട. ഹായ്, ഇപ്പം ഞാനേതാ നീ ഏതാന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാൻ മേല. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്റെ കാലിൽ ആണി കൊണ്ട് പഴുത്തിരിക്കുക. നടക്കാൻ പ്രയാസമുണ്ട്. അതൊന്നും പ്രശ്നമല്ല. നിന്നെ ഒരു കാറിൽ പരീക്ഷ ഹാളിലാക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ബോബനാണല്ലേ? എന്താ താമസിച്ചത്? മറ്റുള്ളവരൊക്കെ നേരത്തെ എത്തിയല്ലോ. അവരൊക്കെ നടന്നായിരിക്കും വന്നത് സാർ. ഞാൻ കാറേലാ വന്നത്, അതുകൊണ്ടാ. ഓക്കെ, കണക്കിന്റെ പരീക്ഷ മാറ്റിവെച്ചു. അടുത്ത ആഴ്ചയായിരിക്കും കണക്ക് പരീക്ഷ. ഇന്ന് ഫിസിക്കൽ ടെസ്റ്റാ, ക്രോസ് കൺട്രി റേസ്. പക്ഷെ സാർ, അത് എന്റെ കാല് പഴുത്തിരിക്കുകയാണ് സാർ. എനിക്ക് ഒട്ടും ഓടാൻ വയ്യ സാർ. ഓടാൻ വയ്യേ? ഇതൊക്കെ ഞാൻ എത്ര കേട്ടിരിക്കുന്നു. ഒഴിവ് കഴിവുകളൊന്നും എന്നോട് പറയണ്ട. എല്ലാ കുട്ടികളും ഓടിയേ തീരൂ. ഇത്ര ചെറുപ്പത്തിലെ കുട്ടികൾ ഉഴപ്പന്മാരാകരുത്. എനിക്കത് ഇഷ്ടമല്ല. ഗ്രൗണ്ടിലേക്ക് പോ, വേഗം. അല്ലോ എന്റെ കാലേ, അല്ലോ എന്തൊരു വേദന. അല്ലോ, പല്ല് കടിച്ചു പിടിച്ചാ മതി, വേദന അറിയേയില്ല. വേദന അറിയാതിരിക്കണ പല്ലിന്റെ ഇടയിൽ നിന്റെ പിടല് കൂടി വേണം. അല്ലോ, മുതുകിന് വല്ലാത്തൊരു വേദന. ആശുപത്രിയിൽ ഒന്ന് പോണം. ആരെങ്കിലും ചോദിച്ചാ എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞേക്കരുത്. മുതുകത്ത് തേങ്ങ വീണതാന്നേ പറയാവൂ കേട്ടോ. ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലല്ലോടാ. രാവിലെ പത്രത്തിൽ വായിച്ചത് ഇപ്പോഴാ ഓർക്കുന്നേ. ഡോക്ടർമാര് സമരത്തിലാ. ആയുർവേദക്കാരെ ഓപ്പറേഷൻ ചെയ്യാൻ പഠിപ്പിക്കില്ലെന്നും പറഞ്ഞാ സമരം. ഒന്ന് ഡോക്ടറായി നോക്കിയാലോടാ. അത്യാവശ്യ സർവീസുകൾ ഏറ്റെടുത്ത് നടത്താൻ പഞ്ചായത്തിന് ഇപ്പൊ അധികാരമുണ്ട്. ഒറ്റ രോഗി പോലും ഈ നാട്ടില് മരുന്ന് കിട്ടാതെ മരിക്കാൻ പാടില്ല. ചേട്ടന്റെ മരുന്ന് കിട്ടിയ പിന്നെ മരിക്കാൻ ഒരു പാടുമില്ല. എടാ, എന്റെ വീട്ടിൽ 3 ഉണ്ടായിരുന്നു ഡോക്ടർമാര്. അവര് വീട്ടുവാടൊക്കെ കൃത്യമായിട്ട് തരുമായിരുന്നോ? ചേട്ടാ, ഒരു രോഗി വരുന്നുണ്ട്. തലവേദനയാണോ? സൂക്ഷിക്കണം. ചിലപ്പോ മാരക രോഗം വല്ലതുമായിരിക്കും. വായൊന്ന് പൊളിച്ചേ. തന്റെ തൊണ്ടയില് അർശസുണ്ട്. ചേട്ടാ, അത് കുറുനാക്കാ, അർശസ് അല്ല. ഡോക്ടർ സാറേ, എന്റെ പല്ല് വേദനിച്ചിട്ട് വയ്യ. 32 പല്ലിനും തൊളയാ. ഒരു കാര്യം ചെയ്യും. നല്ല ഈയം കുറച്ചെടുത്ത് ഉരുക്കി എന്നും രാവിലെയും വൈകിട്ടും കവിൾ കൊള്ളണം. പല്ലിലെ തുളയെല്ലാം അടഞ്ഞോളും. രാത്രി കിടന്നുറങ്ങാൻ മേല. വയറിനകത്ത് ചിലപ്പോഴൊക്കെ എലി കരയും പോലുള്ള സ്വരം. താൻ പേടിക്കണ്ട, ഇതൊരു തരം എലിപ്പനിയാ.
വയറിനകത്ത് എലിക്കുഞ്ഞുങ്ങൾ കാണും. കിടക്കാൻ നേരം ദിവസവും എലിവേഷം തിന്നേച്ച് കിടക്കുക. ആരെയും കാണുന്നില്ലല്ലോടാ. ഈ നാട്ടിൽ രോഗികളൊക്കെ തീർന്നോ? ഒരു പോലീസുകാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. SIയുടെ ഭാര്യ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒരു അപകടം പറ്റി, ഉടനെ ഒരു ഓപ്പറേഷൻ വേണമെന്നാ നേഴ്സിംഗ് ഹോമിലെ ഡോക്ടർമാർ പറഞ്ഞത്. അതിനെന്താ, ഉടനെ ആയിക്കളയാവല്ലോ. ഞാനൊന്ന് ഓപ്പറേഷന് വേണ്ട ഡ്രസ്സൊക്കെ ഇട്ടോട്ടെ. അവരിങ് എത്താറായി ഡോക്ടർ. അപകടം ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപകടം ഒഴിവാക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അപകടം ഒഴിവാക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ മാർഗമേ കാണുന്നുള്ളൂ. ചേട്ടാ, സ്വാതന്ത്ര്യം പ്രമാണിച്ച് ഫാൻസി ഡ്രസ് മത്സരം നടക്കുന്നു. ദേ ഈ പത്രത്തിലുണ്ട്. എനിക്കിപ്പം പത്രം വായിക്കണമെങ്കിൽ സെക്സ് വേണം. ചേട്ടാ, കണ്ണടയ്ക്ക് സെക്സ് എന്നല്ല പറയുന്നത്, സ്പെക്സ് എന്നാ. ഫാൻസി ഡ്രസ്സിനൊന്ന് ചേർന്നാലോടി. പണ്ട് പട്ടാളത്തിലായിരുന്നപ്പം ഞാൻ കൊറേ വേഷം കെട്ടിയിട്ടുള്ളതാ. എന്നാ വേഷം കെട്ടും? പോലീസിന്റെ വേഷം കെട്ട്. അത് കലക്കും. പോലീസ് വേഷം തന്നെ ആയിക്കളയാം. എങ്ങനെ ഉണ്ടടാ? കലക്കി ചേട്ടാ. ഇപ്പൊ ചേട്ടനെ കണ്ട ഏത് കള്ളനും മുട്ടിടിക്കും. നിങ്ങൾക്ക് വല്ലാത്ത ക്രിമികടിയാ. ഇപ്പം എമർജൻസിയുടെ സമയമല്ലേ? വിരോധമുള്ളവനിട്ട് കൊടുക്കാൻ പറ്റിയ സമയമാ. ഒരുത്തനെ കാണുന്നില്ലല്ലോടാ. വരുന്നുണ്ട്. എന്റെ കറവ പശുവിന്റെ വാല് ചെത്തിക്കളഞ്ഞവനാ വരുന്നത്. അവനിട്ട് 2 കൊടുക്കാൻ ഇതാ പറ്റിയ അവസരം. ഇവിടെ വാടാ, ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. എന്താടാ ഇത്? ഏതാണ് ഏമാനെ? അടിയന്തരാവസ്ഥയായിട്ടും നീ മുണ്ടുമടക്കി കുത്തും അല്ലേടാ? ചേട്ടാ, ഒരു SI വരുന്നുണ്ട്. കുഴപ്പമായെന്നാ തോന്നുന്നത്. ആരാടാ അത്? നീ എവിടുത്തെ പോലീസാടാ? നിക്കടാ അവിടെ. പൊന്നേമാനെ, മാപ്പാക്കണം. ഒരു മത്സരത്തിന് വേഷം കെട്ടിയതാ. എന്നിട്ടാണോടാ വഴിപോക്കരെ പിടിച്ചു വരട്ടുന്നത്? ഏതോടാ? 1 2 3 4 51 52 53 54 മതി. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഫാൻസി ഡ്രസ്സിന്റെ കാര്യം ഞാനും പത്രത്തിൽ വായിച്ചു. ഞാനും മത്സരത്തിന് പോകുവാ. അയ്യോ, ഇത് വക്കീൽ സാറായിരുന്നോ? അപ്പൊ പോലീസ് വേഷത്തിൽ നമ്മൾ 2 പേരും ഉണ്ടല്ലോ മത്സരത്തിന്. ഏയ്, 2 പേരല്ല, ഒരുത്തം കൂടിയുണ്ട് പോലീസായിട്ട്. നമ്മുടെ ആ മാടറപ്പുകാരൻ തൊമ്മൻ. പുള്ളിക്കാരൻ മുമ്പേ അങ്ങ് പോയിട്ടുണ്ട്. അത് ശരി. അപ്പൊ തൊമ്മനും പോലീസാണല്ലേ? ചേലായി. ചേട്ടാ, അതാ തൊമ്മൻ. നീ ഇറങ്ങിയോടാ. നിനക്ക് ഈ പോലീസ് കുപ്പായ ഒട്ടും ചേരുകയല്ലടാ. ഒലക്കമാടന്റെ ഒരു നിപ്പ് കണ്ടില്ലേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പോയി മാടിനെ ഇറക്കടാ. അയ്യോ, ഏമാനായിരുന്നോ? സമ്മാനം കിട്ടിയോടാ? പൂര കിട്ടി. വയറ്റത് മുതുകത്ത് വെക്കാം.